പ്രിയപ്പെട്ടവരെ നമസ്കാരം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ ചെരിവ് പോലെ തന്നെ മൊത്തത്തിൽ ചെരിഞ്ഞൊരന്തരീക്ഷം. ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്നത് പോലും ഒരു ചെരിവ്. 7ൻ്റെ പണി എന്നാണ് ഇപ്രാവശ്യത്തെ പണി കൊടുക്കൽ. സാധാരണ 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ചിട്ടുണ്ട്, പക്ഷേ ആ കുറവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 7ൻ്റെ പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7ൻ്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 7ൻ്റെ പണി കിട്ടിയവരാരൊക്കെയാണെന്നുള്ളത് പല പ്രഡിക്ഷൻ ലിസ്റ്റും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതിലൊക്കെ ഉപരിയായി കുറേയൊക്കെ ശരിയായെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് 19 പേര് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ആ 19 പേര് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മൈജിയുടെ സ്പോൺസർഷിപ്പിൽ കയറിയിട്ടുള്ള കോമണറായിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത്. അനീഷ് ടി എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു എഴുത്തുകാരനാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 5 വർഷത്തോളമായി കഠിനമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഗവൺമെൻറ് ജോലി വരെ കിട്ടിയിട്ടും അതുപേക്ഷിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളമാണെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. തന്നെയല്ല, അദ്ദേഹം ഒരു കാര്യം പറയും, സ്ത്രീ വിരുദ്ധനാണെന്നുള്ളത്. അത് എൻ്റെ സാങ്കേതികം മനസ്സിലാകുന്നില്ല. വീട്ടിലേക്ക് കയറിയതിൽ കൂടുതലും ആൾക്കാരും സ്ത്രീകളാണല്ലോ. അവിടെ ഒരു സ്ത്രീ വിരുദ്ധതയുമായി എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഒരു ചിന്തനീയമായ വിഷയം തന്നെയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എന്നുള്ളൊരു ബുക്ക് എഴുതിയിട്ടുള്ള കഥയൊക്കെ പറയുന്നത്. ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു കോമണറാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കളികളൊക്കെ നമുക്ക് കാണാം. രണ്ടാമതായിട്ട് കയറിയിട്ടുള്ളത് ആരാണെന്ന് പരിശോധിക്കാം. രണ്ടാമതായിട്ട് കയറിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനുമോളാണ്. അനുമോളെക്കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? സ്റ്റാർ മാജിക്കിലൂടെ കയറി മലയാളികളുടെ മനസ്സിലെല്ലാം കവർന്ന സുന്ദരിക്കുട്ടി. തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആയിരിക്കുന്ന കുട്ടിയാണ്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. സീരിയൽ രംഗത്ത് നന്നായിട്ട് പോകുന്നു. സിനിമയിലേക്കുള്ള ചവിട്ടുപടിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ നല്ല സുന്ദരിയായിട്ട് സഭയും പോട്ടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. 7ൻ്റെ പണിയുള്ള വീട്ടിലേക്ക് അനുമോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അനീഷ് ഒരുമാതിരി ഒരു ഇടഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് പതുക്കെ ഒന്ന് മുട്ടി നോക്കിയെന്ന് തോന്നുന്നു. പക്ഷെ അനുമോൾ അതിലൊന്നും പതറിയില്ല, മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. മൂന്നാമതായിട്ട് കയറി ചെന്നത് ഇവിടെ സുന്ദരനായിട്ടുള്ള ആര്യനാണ്. കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് രംഗത്തൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആര്യൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് മൂന്നാമതായിട്ട് പോയിട്ടുള്ള വീട്ടിലേക്ക് കയറി ചെന്നത്. നാലാമത് കലാഭവൻ സരിക. മിമിക്രി രംഗത്തൂടെയും ഡബ്ബിംഗ് രംഗത്തൂടെയും ഒക്കെയും പ്രശസ്തയായിട്ടുള്ള കലാഭവൻ സരിക 10-18 വർഷമായി ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു അഭിമാന മുഹൂർത്തമൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് കലാഭവൻ സരിക. അഞ്ചാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്ന ഇപ്രാവശ്യത്തെ പാട്ടുകാരൻ അക്ബർ ഖാനാണ്. വളരെ നല്ലൊരു പാട്ടൊക്കെ പാടിയാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ സ്വരം വളരെ ഒരു ഹഠാത് ആകർഷിക്കുന്ന ഒരു സൗണ്ടൊക്കെ ഉള്ള ഒരു പാട്ടുകാരൻ. അഞ്ചാമതായിട്ട്. ആറാമത് വീണ്ടും ഒരു പെൺകുട്ടി തന്നെ, ആർ ജെ ബിൻസിയാണ് ആറാമതായിട്ട് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത്. വളരെയധികം സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. വളരെ ആകർഷണീയമായി തോന്നിയത് അവരുടെ സംസാരമൊക്കെ. ആർ ജെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചടുലമായ സംസാര രീതികളൊക്കെ ഉണ്ട് ആർ ജെ ബിൻസി. അടുത്തത് പേരുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാൾ, ഒണിയിൽ സാബു 7ാമതായിട്ട് പാചക വിദഗ്ധനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പോകെ കാണാം. 8 ബിന്നി സെബാസ്റ്റ്യനാണ്. സീരിയൽ രംഗത്ത് വളരെ പ്രശസ്തയായിട്ടുള്ള ബിന്നി. ഗീതാ ഗോവിന്ദത്തിലെ ഗീതയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന അതിസുന്ദരിയായിട്ടുള്ള ബിന്നി. പ്രൊഫഷണലി അവർ ഡോക്ടറായിരുന്നു എന്ന് പറയുന്നു, അല്ലേ? അതിനുശേഷം ഇപ്പം ആക്ടിങ് രംഗത്തേക്ക് സജീവമാകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വിന്നി ആണ് പിന്നീട് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് 8ാമതായിട്ട്. 9ാമതായിട്ട് കയറിയിരിക്കുന്നത് അഭിലാഷാണ്. ആക്ടറും ക്രിക്കറ്റ് പ്ലെയറും വളരെയധികം സ്വപ്നങ്ങളും ഒക്കെയുള്ള
ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഒരു ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു വളരെ ചാമിങ് ആയിട്ടുള്ളൊരു കുട്ടി 9ാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. ആക്ടറാണ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അഭിലാഷിനെ അല്ലേ. 10ാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ കൊച്ചു പെൺകുട്ടി, ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം എല്ലാ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെന ഫാത്തിമയാണ് കയറിയിരിക്കുന്നത്. റെന ഫാത്തിമയെ അറിഞ്ഞുകൂടാത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഒരു ക്യൂട്ട് ബേബി. അടുത്തത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏഷ്യനെറ്റിലെ തന്നെ മുൻഷി രഞ്ജിത്ത്. അദ്ദേഹത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൗസിൽ നിൽക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളായിരിക്കാം ഒരുപക്ഷെ മുൻഷി രഞ്ജിത്ത് എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം വളരെ ചാമിങ് ആയിട്ടും എല്ലാവരോടും പ്ലസൻ്റായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. അടുത്തത് മലയാളം അത്ര വശമില്ലാത്ത ജിസൈൽ ടാക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ നേരത്തെ ഏതോ ബിഗ് ബോസ് ഷോയിലൊക്കെ നേരത്തെ പങ്കെടുത്ത് തരുന്നതായിട്ടൊക്കെ ഒരു സൂചനയൊക്കെ പറയുന്നുണ്ട് പലരും. എന്നിരുന്നാലും വളരെ ചാമിങ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ആകാര വടിവോടു കൂടിയുള്ള സുന്ദരി കുട്ടിയാണ് വന്നിരിക്കുന്നത്. ജിസൈൽ ടാക്ര എന്ന് പറയുന്നത് മോഡലാണെന്ന് തോന്നുന്നു. എന്തായാലും അവരാണ് നെക്സ്റ്റായിട്ട് 12ാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. 13ാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് 13 എന്നുള്ള റോങ് നമ്പറാണോ? ശാരികയാണ്. എല്ലാവരെയും എടുത്തിട്ട് കൊടയാം എന്നുള്ള രീതിയിൽ ഹോട്ട് സീറ്റിൽ എല്ലാവരെയും ഇരുത്തുന്ന വളരെയധികം ചടുലമായ സംഭാഷണങ്ങളിലൂടെ ഭയങ്കരമായ ചോദ്യശരങ്ങളൊക്കെ ഉയർത്തി എല്ലാവരെയും ആൻസർ ഒക്കെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് സംസാരിക്കുന്ന ശാരിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശാരികയാണ് അടുത്തതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. 14 ഷാനവാസ് ഷാനു. ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 14ാമതായിട്ട് അദ്ദേഹമാണ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. 15ാമതായിട്ട് നെവിൻ, ഡാൻസറും കൊറിയോഗ്രാഫറും മോഡലും ഒക്കെ ആയിട്ടുള്ള നെവിനാണ്, കൊച്ചിക്കാരനായിട്ടുള്ള നെവിനാണ് 15ാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. 16ാമതായിട്ട് കയറിയിരിക്കുന്ന കുട്ടികൾ 2 പേരാണ്. വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച കേസായിട്ടുള്ള സ്വവർഗ അനുരാഗികളായ 2 പേർ 2022 ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് പ്രകാരമൊക്കെ വിവാഹിതരായ കേരളത്തെ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന ആദില നൂറ, ആ കുട്ടികളാണ് 16ാമതായിട്ട് കയറിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ ഒരു ചെറിയൊരു മോഡലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ഈ കുട്ടികളുടെ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ട്, എങ്ങനെ അവരോട് പെരുമാറുന്നു, അവരുമായിട്ട് എങ്ങനെ ഇഴുകിച്ചേർന്ന് പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. 16ാമതായിട്ട് ആ കുട്ടികളാണ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. 17ാമതായി അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്, ഡാൻസറും അഭിനേത്രിയും ഒക്കെ ആയിട്ടുള്ള ശൈത്യ സന്തോഷാണ് 17ാമതായിട്ട് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, വളരെ ചടുലമായി സംസാരിക്കുന്നു. മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നൊക്കെ ഞാൻ ജയിച്ച് കാണിക്കാൻ വേണ്ടിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയൊക്കെ വീട്ടിലേക്ക് കയറിപ്പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 18ാമതായിട്ട് വന്നിരിക്കുന്ന കേരളത്തിലെ സോഷ്യൽ മീഡിയ രംഗത്ത് ഇപ്പോൾ എവിടെ തുറന്ന് നോക്കിയാലും കാണുന്ന രേണുസുതി. അങ്ങനെ രേണുസുതിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ലാലേട്ടാ, ഞാൻ അവിടെ ചെന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. എന്താവോ എന്തോ. രേണുസുതിയാണ് 18ാമതായിട്ട് പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് അപ്പാനി ശരത്താണ്. എന്നാൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലോ. ഇത്രയും പേര്, ഈ 19 പേരാണ് നിലവിൽ വീട്ടിലേക്ക് കയറി പോയിരിക്കുന്നത്. ആദ്യമായിട്ടും അതിൽ ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ ഇവർക്കെല്ലാം ഒരു എൻട്രൻസിൽ ഒരു ചെറിയ ടെസ്റ്റ് പോലെ നടത്തിയിരുന്നു. ആ ടെസ്റ്റിൽ നമ്മുടെ റിനീഷ റഹ്മാനില്ലേ, ആ കുട്ടിയാണ് അവർ ആങ്കറിങ് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ടെസ്റ്റിൽ എല്ലാവരുടെയും കണ്ണുകളൊരു ബ്ലാക്ക് തുണി വെച്ച് മറയ്ക്കുകയും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ കൂടെ നിൽക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവരുടെ പേര് എഴുതിയ മെഡൽ വെച്ചിരിക്കുന്ന ഇതിൽ നിന്ന് എടുത്ത് കഴുത്തിലിട്ട് പോയി റെഡ് വെള്ളത്തിൽ മുക്കി കണ്ണാടിയിൽ പതിപ്പിക്കണം. ആ ചലഞ്ചാണ്. അതിൽ 1, 2, 3 സ്ഥാനം കിട്ടിയവർക്ക് ആണ്
വീട്ടിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സുകൾ കൊടുക്കുകയുള്ളൂ എന്നാണ് ബിഗ് ബോസ് അവസാനമായിട്ട് അനൗൺസ് ചെയ്തിട്ട്. വളരെ ഫണ്ണി ആയിട്ട് തോന്നി. കാരണം അതിനകത്ത് പണിപ്പുര എന്നൊരു ഏരിയ കാണിച്ചു തന്നു ലാലേട്ടന്. ആ പണിപ്പുര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവർക്ക് പണി കൊടുക്കുന്നൊരു പുരയാണെന്ന് തോന്നുന്നു. ആ പണിപ്പുരയ്ക്കകത്ത് കുറേയധികം റാക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റാക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ഇവർ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി പ്രിയപ്പെട്ട സാധനങ്ങളും ഒക്കെ ആയിട്ടല്ലേ, നല്ല ഡ്രസ്സുകളും നല്ല കോസ്റ്റ്യൂംസ് നല്ല മേക്കപ്പ് ഐറ്റംസൊക്കെ ആയിട്ടാവുമല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഇവിടെ വയ്ക്കും, അതൊന്നും കൊടുത്തു വിട്ടില്ല, റിയൽ അവരുടെ മാസ്ക് എല്ലാം നമ്മൾ മാറ്റിയിട്ടേ കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ആ പണിപ്പുരയുടെ യഥാർത്ഥത്തിലുള്ള പണി എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ആദ്യത്തെ 1 2 3 സ്ഥാനം കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കൈവെള്ള മറ്റേ ചുവന്ന വെള്ളത്തിൽ മുക്കി കണ്ണാടി പതിപ്പിച്ച 3 പേരാണ് ആദ്യം 1 2 3 സ്ഥാനക്കാർ. അപ്പോൾ അവർ 1 ആര്യൻ, 2 ബിന്നി, 3 ഷാനവാസ്. അപ്പോൾ ഈ 3 പേർക്ക് ഓരോ സ്റ്റാർ കൊടുക്കും. അപ്പോൾ ഈ സ്റ്റാർ ഉള്ളവർക്ക് മാത്രമാണ് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വന്ന ഡ്രസ്സിൽ തന്നെ നിൽക്കണം. അപ്പോൾ അടുത്തവർക്ക് പെട്ടി കിട്ടണമെങ്കിൽ ഈ സ്റ്റാർ അവരടിച്ച് മാറ്റണം. അതിനെക്കുറിച്ചിട്ടുള്ള നാളത്തെ എപ്പിസോഡ് അതിൻ്റെ ഫൈറ്റ് ആയിരിക്കാനുള്ള സാധ്യത കാണുന്നത്. എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് ലാലേട്ടൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിൽ ഫുള്ള് വെടിക്കെട്ടാവാനാണ് സാധ്യത. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം.